നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ വിളിച്ചപ്പോ ഐശ്വര്യ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? പിന്നല്ലാതെ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് എന്നോട് കാണിച്ച പണി അങ്ങനെയുള്ളതായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഐശ്വര്യ അറിയണം. അതിനുവേണ്ടിയാ ഞാനിപ്പോ ഐശ്വര്യ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നോക്ക് ചേച്ചി, നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ വന്നത് എന്റെ മര്യാദ കൊണ്ട് മാത്രോ. പക്ഷെ അതിനർത്ഥം എന്റെ മനസ്സ് മാറിയെന്നല്ല. ചതിയല്ലേ നിങ്ങൾ എന്നോട് കാണിച്ചത്? പ്രണവ് നേരത്തെ വിവാഹം കഴിച്ചതാണെന്നുള്ള കാര്യം ഗൗതമേട്ടനും ചേച്ചിയും എന്നോട് മറച്ചു വെച്ചില്ലേ? ഇനി നിങ്ങളെ എന്തിന്റെ പേരിലാണ് ഞാൻ വിശ്വസിക്കേണ്ടേ? ഞാനൊരു പാവോ? ആവശ്യമില്ലാത്ത പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാ നിങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇട്ട് തന്നത്. പക്ഷെ ഐ എം സോ സോറി ചേച്ചി. വേറൊരു ഭാര്യയുള്ള ആളിനെ വിവാഹം കഴിക്കാൻ മാത്രം ഗതികെടൊന്നും എനിക്കില്ല. എന്നെ വിട്ടേക്ക്. ശിവാനി തൊട്ടടുത്തോണ്ട് തകർത്ത് പെർഫോം ചെയ്തോ? ഞാൻ ഏറ്റവും ചേച്ചി ഇട്ട് തന്നാ മതി. ഐശ്വര്യ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചേച്ചി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി നിങ്ങളെയൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഒന്നാമത് പ്രണവ് ശിവാനിയെ ഡിവോഴ്സ് പോലും ചെയ്തിട്ടില്ല. അവൾ അതിന് തയ്യാറാവാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി ഒട്ടും വൈകില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ശിവാനിയെ ഞങ്ങൾ ഒഴിവാക്കിയെടുക്കും. അവളെ ഒരു രാക്ഷസിയാ. അവളെ പോലൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഏതെങ്കിലും ഒരു ആണിന് കഴിയുമോ? ഭദ്രകാളിയല്ലേ അവള്. എന്തിനാ ചേച്ചി ശിവാനി ഇങ്ങനെ കുറ്റം പറയുന്നത്? സ്വന്തം ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞോ ചേച്ചിയാണെങ്കിൽ സഹിക്കൂ? എനിക്ക് ശിവാനിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ശിവാനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സത്യം അറിയുമായിരുന്നോ? ഇപ്പോഴും ഞാനൊരു പൊട്ടിയെ പോലെ പ്രണവിന്റെ പുറകെ നടക്കില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ആ തീരുമാനം ഇനി ഞാൻ മാറ്റാനും പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇനി പ്രണവില്ല. ചേച്ചി പോവാൻ നോക്ക്. ഇവളും ഇടിക്കുക. ഇവളാണ് പെണ്ണ്.